ഹലോ എവ്രിവൺ. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യത്തെപ്പറ്റി പറയണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതും. ഞാനൊരു ഹിന്ദുവാണ്, അതുപോലെ തന്നെ ഒരു ദൈവവിശ്വാസിയും കൂടിയാണ്. മറ്റുള്ളൊരു മതത്തെ താഴ്ത്തി പറയാനോ അല്ലെങ്കിൽ എൻ്റെ മതത്തെ പൊക്കി പറയാനോ അങ്ങനെ ഒന്നിനു വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ വിഷുവിന് ചേർത്തലുള്ള ഒരു ഹോട്ടൽ, മഹർ മന്തി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ അവരുടെ ഒരു ബിസിനസിന്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവരൊരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതായത് വിഷുവിന് മന്തി വിളമ്പുന്ന കൃഷ്ണൻ. കണ്ടപ്പോൾ വളരെ അരോചകം തോന്നി, വളരെ വേദനയും തോന്നി. കാരണം നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവം, നമ്മൾ അതിന് ഒരു വിളക്ക് വെക്കാനാണെങ്കിലും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാനാണെങ്കിലും മത്സ്യമാംസാദികളൊന്നും തന്നെ കഴിക്കാതെ വളരെ വൃത്തിയായിട്ട് ശുദ്ധിയായിട്ട് നമ്മുടെ മനസ്സിന് നമ്മൾ ശീലിച്ച ഒരു രീതിയിലും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ, അതായത് ഹിന്ദുക്കൾ. അപ്പോൾ അത് അങ്ങനെ കരുതുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു മതവിഭാഗത്തിന് മുമ്പിലേക്ക് ഇതുപോലെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി വിടുക എന്നുള്ളത് ഒരു കോമൺ സെൻസ് ഇല്ലാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ബുദ്ധിയില്ലാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു വിഷുവിൻ്റെ ടൈമിൽ എന്തുമാത്രം ഒരു എന്താ പറയുക, ഒരു ബുദ്ധിയില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഈ കടക്കാർ കാണിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ തിരിച്ച് അതുപോലെ എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഉടനെ തന്നെ അത് വളരെ പ്രശ്നമായേനെ. ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു വർഗീയ കലാപത്തിലേക്ക് വരെ എത്താനുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു, ഒരു സംഭവമായിരുന്നു ഇത്. പക്ഷെ ഹിന്ദുക്കൾക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവരുടനെ വർഗീയവാദികളായി, പ്രശ്നമായി. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. കാരണം മെജോറിറ്റി ഇനി ഹിന്ദുക്കളായ കൊണ്ടാണോ ഈ ഒരു പ്രശ്നം എന്ന് എനിക്കറിയില്ല. മതേതരത്തിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണം എന്ന് പറയുന്ന പല ചിന്താഗതിയുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ തന്നെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ മാത്രം എന്താണ് അതൊരു വർഗീയതയിലേക്ക് പോകുന്നത് എന്ന് എനിക്കറിയില്ല. ഏത് ക്രിസ്ത്യൻസിനാണെങ്കിലും മുസ്ലിംസിനാണെങ്കിലും അവരുടെ മതത്തെ പറ്റി പറയുകയും അവരുടെ വിശ്വാസം പുറത്ത് കാണിക്കുകയും പ്രകടിപ്പിക്കുകയും അവരുടെ സെലിബ്രേഷൻസ് എല്ലാം വളരെ മനോഹരമായി തന്നെ കൊണ്ടുപോകാനും പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളം. എന്നിരുന്നാൽ തന്നെയും ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ മാത്രം അത് ഒരു വേറൊരു രീതിയിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ അത് വളരെ വിഷമമുണ്ടാക്കി. ഞാനല്ല, മാത്രമല്ല ഹിന്ദുക്കളായിട്ടുള്ള ഒരുമാതിരിപ്പെട്ട ബുദ്ധിയും ബോധമുള്ള അല്ലെങ്കിൽ ദൈവവിശ്വാസമുള്ള ആളുകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കടക്കാര് പറഞ്ഞു എന്ന് എനിക്കറിയാൻ സാധിച്ച കാര്യം ഈ പോസ്റ്റർ ഇവരുണ്ടാക്കിയതല്ല. എന്തായാലും ഇവരുടെ അപ്രൂവൽ ഇല്ലാതെ ഇത് പോസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. എന്തായാലും സാധ്യതയില്ലെന്നല്ല, അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സെയിം തന്നെ തലശ്ശേരി എന്ന് പറഞ്ഞൊരു എന്തോ ഒരു കടയിലും ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പത്തറ്റിക് ആയിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ക്രിയേറ്റിവിറ്റിക്ക് എല്ലാവർക്കും ഒരു അവസരം ഉണ്ട്, അത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത്. പക്ഷെ ഇത്തരം ഒരു വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ക്രിയേറ്റിവിറ്റികൾ മാക്സിമം ഒഴിവാക്കുക. എല്ലാവർക്കും അവരവരുടെ ദൈവങ്ങളെയും മതങ്ങളെയും വിശ്വസിക്കാനും ആരാധിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ആണ് ഹിന്ദുക്കൾക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഹിന്ദുക്കളുടെ അടുത്ത് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതൊരു ഞാനിതൊക്കെ പറയുന്നതുകൊണ്ട് മേ ബി നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആളുകൾ പറയുമായിരിക്കും ഞാൻ സംഘിയാണ്, BJP ആണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ പാർട്ടി അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലാണുള്ളത്, ഞാൻ എൻ്റെ വോട്ടിലാണ് കാണിക്കുക. അപ്പോൾ ഞാനത് വിളിച്ചു പറഞ്ഞ് നടക്കാമല്ലോ. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും.